ജഗദീഷ് മാധ്യമങ്ങളെ കാണുകയാണ്. എന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടില് കാര്യങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ഇനിയിപ്പോ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവര് അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. ജഗദീഷിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് 2 വർഷത്തിൽ നീട്ടുന്ന ഒരു അന്വേഷണമാണ് നടന്നത്. പലരും തെളിവ് സഹിതം വാട്സപ്പ് മെസ്സേജ്, വീഡിയോ, അത് ഓഡിയോ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ ഇനിയും ഇതേ ആളുകൾ, ഇതേ മൊഴി കൊടുത്തവർ വീണ്ടും പരാതി തന്നാലേ അന്വേഷിക്കൂ എന്ന സർക്കാർ നിലപാടിനോട് താങ്കൾ യോജിപ്പുണ്ടോ? ആവശ്യമുണ്ടോ? അല്ല, സർക്കാരിന്റെ ആ നിലപാട് ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഹൈക്കോടതി താങ്കൾക്ക് ഒരു അമ്മയെ വൈസ് പ്രസിഡന്റിനപ്പുറം താങ്കൾ വ്യക്തിപരമായി ഒരു സ്ത്രീധൻ നടന്ന നിലയിൽ ഈ മൊഴി കൊടുത്തവർ വീണ്ടും പറയാൻ തന്നാൽ മാത്രമേ അന്വേഷിച്ച് കേസെടുക്കാൻ പാടുള്ളൂ എന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവര് സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. പരാതി കൊടുക്കാതെ തന്നെ കേസെടുക്കണം. തീർച്ചയായിട്ടും ഇതിൽ വന്നിട്ടുള്ള അതിന് കോടതി വിധി അനുസരിച്ചാണ് കേട്ടോ. ഇത് സബ്ജക്റ്റീസ് ആവരുത്. കോടതി പറയുകയാണ്, വ്യക്തമായ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വരട്ടെ. അവർക്കെതിരെ നടപടി വന്നാൽ, അവർക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. ഉറപ്പാണ്. കോടതി പറയുകയാണ് ഇതില് ഇന്നാർക്കെതിരെ കേസ് നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന് കോടതി പറഞ്ഞാൽ ആ നിമിഷം അച്ചടക്ക നടപടി അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. റിപ്പോർട്ടിലെ പ്രധാന ചൂണ്ടിക്കാണിക്കലാണ് ഈ പവർ ഗ്രൂപ്പ്. എഎംഎംഎയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളവർ. അപ്പോ ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ അവര് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു വനിതയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതുവരെ ഇല്ലാത്ത ഒരു പദമാണ് പവർ ഗ്രൂപ്പ്. ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ വന്ന ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ്, ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് അല്ല, മാഫിയ അങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാഫിയ ഏതെങ്കിലും തരത്തിൽ ഇത് ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള വ്യവസായമാണ്. അവിടെ മാഫിയ എന്നൊക്കെ പറയില്ല. ഒരു കാസ്റ്റിംഗിലാണെങ്കിൽ ശരി, ഒരു റോളിന് എനിക്ക് പറ്റിയ റോളാണെങ്കിൽ എന്നെ വിളിക്കും. അത് സിദ്ദിഖിനെ പറ്റിയാണെങ്കിൽ സിദ്ദിഖിനെ വിളിക്കും. അത് ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള കാസ്റ്റിംഗ് അത് വനിതകളുടെ കാര്യത്തിലിരുന്നാലും പിന്നെ പരിഭവങ്ങൾ ഉണ്ടാവാം. പിന്നെ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരത് പറയുമ്പോൾ അവർക്കത് പറയാൻ അവകാശം എന്താ? അന്ന് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആളല്ല. അവർക്ക് എന്ന് വേണമെങ്കിലും പരാതി രേഖപ്പെടുത്താം. ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം. അതിനെ ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കാണുന്നത്, ഇൻഡസ്ട്രി എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം. ഇനി ഇത്തരം പരാതികൾ ഇതേപോലെ മാധ്യമങ്ങൾ ഇതേപോലെ നിന്ന് ചൂഷണത്തെക്കുറിച്ച്, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ഇനിയും ഇതേപോലെ ഒരു വിശദീകരണം നടത്താൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ഒരു കാര്യം താങ്കൾ പറഞ്ഞു, ഹൈക്കോടതി ഇന്ന ആളുകൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അമ്മ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അമ്മയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മുമ്പ് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്, അലൻസിയൊക്കെ വന്നിട്ടുണ്ട്, വിജയബാബുവിന്റെ വന്നിട്ടുണ്ട്, അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു നടപടി പോലും അമ്മയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. മാത്രമല്ല ദിലീപിന്റെ കാര്യത്തിലാണെങ്കിൽ തുടക്കത്തിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ വീട് തിരിച്ചെടുക്കുക ചെയ്തിട്ടുണ്ട്. അല്ല, ആ കേസിൽ തന്നെ ദിലീപിന്റെ കേസിൽ ദിലീപ് രാജിവെക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു പൊതുസമൂഹത്തിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോൾ ഒന്നുകിൽ പുറത്താക്കാൻ സ്വയം മാറിയ ഒരാൾക്ക് നേരെ വീണ്ടും അച്ചടക്ക നടപടി എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് വളരെ അമിക്കബിൾ ആയിട്ടുള്ള സെറ്റിലായ ഒരു വിഷയമാണ്. സംഘടനയിൽ നിന്ന് പുറത്താക്കുകയല്ല ചെയ്തത്. അല്ല, മനസ്സിലായി. അതെ, സംഘടനയിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചു. അപ്പൊ രാജിവെച്ച ഒരാളെ പുറത്താക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിന് ധാർമ്മികമായി ഒരു നിലപാടെന്ന് പറയുന്നത് അമ്മ രാജിവെച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ വിഷയത്തിലും കോടതി പറയുന്നതാണ് അന്തിമമായ വാക്ക്. ദിലീപ് നടിയെ ആക്രമിച്ച കേസിലും കോടതി വിധി കാത്തിരിക്കുകയാണ് ജനങ്ങൾ.
അപ്പൊ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ, അപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. നടിയുടെ ഭാഗത്ത് നിന്നും, ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്ത് നിന്ന് നീതി കിട്ടണം എന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു. ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കും. അപ്പോൾ തീരുമാനിക്കുമ്പോൾ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് സിനിമാക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാവരും, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനുസരിച്ചേ പറ്റുള്ളൂ. കാര്യങ്ങൾ അമ്മയിൽ മാത്രം നിൽക്കുന്നില്ല. ആത്മാ പ്രസിഡന്റിനെതിരെ പരാമർശമുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ. ആത്മാ പ്രസിഡന്റ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ സിനിമയിലും, സിനിമയിലുള്ളവർ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ടാണോ ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ 4 വർഷമൊക്കെ അടയിരുന്നു പോകുന്നത്? അല്ല, റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായി പോയതെന്ന കാര്യത്തിൽ മതിയായ വിശദീകരണം ലഭിച്ചിട്ടില്ല. അത് ഇൻഫർമേഷൻ, അത് അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഇത് ഇപ്പൊ പുറത്തുവിടണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായതെന്നൊരു വിശദീകരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ റിലീസ് ചെയ്യാമായിരുന്നു എന്ന പക്ഷമുണ്ട്. അതിന്റെ നിയമവശങ്ങൾ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത്രയും നാൾ ഇങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു. 5 വർഷം മുമ്പ് നടന്ന, അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം അതിന്റെ ഫൈൻഡിങ്സ് വീണ്ടും 5 വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല, അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മളിത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്നെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമായിരുന്നു. ഈ 5 വർഷം ഈ കോൾഡ് സ്റ്റോറേജിലിരുന്ന പീരീഡ്, ആ പീരീഡിൽ ഇപ്പൊ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്നുണ്ടാകുമായിരുന്നില്ല. 5 വർഷം മുമ്പ് ഇത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമുള്ള, അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഈ പീരീഡിൽ നിങ്ങൾ പറയുന്നു അഭിനേത്രികൾക്ക് കുറച്ചു പേർക്ക് പരാതിയുണ്ട്, ആ പരാതി ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പൊ ഒരു ഭയമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചോദിക്കാനും പറയാനുമൊക്കെ ഇവിടെ ഒരു സംവിധാനമുണ്ട്, സംഘടനകളുണ്ട്, കോടതിയുണ്ട്, ഇതേപോലുള്ള കമ്മിറ്റികളുണ്ടാവും, സർക്കാരുണ്ടാവും എന്ന ഭയം എല്ലാവരിലും ഉണ്ട്. തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവും. താങ്കൾ അമ്മയുടെ